ഈ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് എക്സൽ ഫയലിലുള്ള റീകവറി ഓപ്ഷനുകളെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു എക്സൽ ഡാമേജ് ആയി ക്രാഷ് ആയി നമ്മളിൽ നിന്നും എക്സൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്തു പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉടനെ തന്നെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡോക്യുമെന്റ് റിക്കവറി പേജ് നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ നമുക്ക് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്തു വെച്ച ഫയലുകൾ റിക്കവർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു ഓപ്ഷനെ കുറിച്ചാണ്. ഒരിക്കൽ നമ്മൾ ഒരു നിലക്കും നമ്മൾ സേവ് ചെയ്യാത്തൊരു ഫയല് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ എക്സൽ അവിചാരിതമായി നമ്മൾ ക്ലോസ് ചെയ്യുകയോ ഡോണ്ട് സേവ് ബട്ടൺ അമർത്തി നമ്മൾ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സൽ ക്രാഷ് ആയി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഫയൽ നമുക്ക് തിരിച്ചെടുക്കാനാവുക എന്നാണ് ഇതിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് സേവ് ബട്ടൺ ആണ് അമർത്താൻ പോകുന്നത്. ഈ ഒരു ഡയലോഗ് ബോക്സ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇഫ് യു ക്ലിക്ക് ഡോണ്ട് സേവ് എ റീസെന്റ് കോപ്പി ഓഫ് ദിസ് ഫയൽ വിൽ ബി ടെമ്പററി അവൈലബിൾ. എക്സൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒരു ടെമ്പററി ഫയല് എക്സൽ അവിടെ കീപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡോണ്ട് സേവ് എന്നുള്ള ബട്ടൺ ആണ് അമർത്തി കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എക്സൽ വീണ്ടും എടുക്കുകയാണ്. ഈ എക്സലിൽ നമുക്ക് തൊട്ട് മുമ്പ് ചെയ്തു വെച്ച ഫയൽ നമുക്ക് കിട്ടണം. നമ്മൾ ഡോണ്ട് സേവ് എന്നുള്ള ബട്ടൺ ആണ് അമർത്തിയിട്ടുള്ളതെങ്കിൽ പോലും അതിനുള്ളതാണ്. ഈ ഫയൽ എന്ന ടാബിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്ക് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ മാനേജ് വർക്ക് ബുക്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ റീകവർ അൺസേവ്ഡ് വർക്ക് ബുക്സ് എന്നുള്ള ധാരാളം ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തു വെച്ചതായിട്ടുള്ള ഫയലുകളൊക്കെ അവിടെ വന്ന് കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ക്ലോസ് ചെയ്ത ഫയൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ധാരാളം ഉപകാരമുണ്ട്. ഇതേ ഒരു ഓപ്ഷൻ നമുക്ക് നമ്മൾ ഒരിക്കൽ സേവ് ചെയ്ത ഫയൽ വീണ്ടും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ അത് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഡോണ്ട് സേവ് എന്ന ബട്ടൺ അമർത്തുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫയൽ റിക്കവർ ചെയ്യാനാവും. അതുപോലെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കെ നമ്മൾ ഒരുപാട് വർക്കങ്ങൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ കുറെ മുമ്പേ ചെയ്തു വെച്ചതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകണം എന്ന് തോന്നുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. കാരണം മൈക്രോസോഫ്റ്റ് എക്സൽ നമ്മൾ ചെയ്യുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ റിക്കവറി ആയ ഫയലുകൾ എപ്പോഴും അവിടെ ഇങ്ങനെ കീപ്പ് ചെയ്തു വെക്കും. അപ്പോൾ നമ്മൾ ഈ ഫയൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അതിന് മുമ്പേ ചെയ്തു വെച്ച എല്ലാ റിക്കവർ ആയ ഫയലുകളും ഡിലീറ്റ് ആയി പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനമായി ഓട്ടോ റിക്കവറി ഓപ്ഷനിൽ അവസാനമായി എക്സൽ സേവ് ചെയ്തു വെച്ച ഫയൽ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത ഫയലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ ഓട്ടോ റിക്കവറി ഓപ്ഷൻ എന്നുള്ളത് എക്സൽ നൽകുന്ന വലിയൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിന്റെ ഓപ്ഷനിൽ പോയി ഓട്ടോ റിക്കവറി ഓപ്ഷന്റെ സെറ്റിംഗ്സ് ക്ലിയർ ആക്കി വെക്കണം. എപ്പോഴും ഓട്ടോ റിക്കവറി ഓപ്ഷന്റെ സെറ്റിംഗ്സ് നമുക്ക് സേവ് എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ സേവ് എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല ഓപ്ഷനുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ സേവ് ഓട്ടോ റിക്കവർ ഇൻഫർമേഷൻ എവറി 6 minutes എന്നാണ് കൊടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ഇനി 10 ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചുരുക്കി 1 ആക്കി കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേപോലെ ഓട്ടോ റിക്കവറി ഫയൽ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഇതിനുള്ള ഓപ്ഷനുകളുണ്ട്. ഈ ഇത് നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റകൾ പലതും നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ കീപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു.